ഇപ്പോഴിതാ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിയമസഭയിൽ സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. സാമ്പത്തിക ഉപരോധം, ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ കളി, ഇതെല്ലാം തുറന്നു വരികയാണ്. മതനിരപേക്ഷത അനുദിനം അപകടപ്പെടുത്തുന്ന സമീപനം ശക്തിപ്പെടുന്നു. പക്ഷേ ഇത്തരം നയങ്ങൾക്കെതിരെ നയപ്രഖ്യാപനം, കുറ്റകരമായ മൗനം പാലിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സർ, നാം ചർച്ച ചെയ്താണ് സത്യപ്രതിജ്ഞാവേളയിലെ വന്ദേമാതര പ്രശ്നം. സർ, അത് വല്ലാത്തൊരു ദുരനുഭവമായല്ലോ. കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ നിലപാടിനുള്ള കീഴ്പ്പെടലല്ലേ അതുണ്ടായത്. യാദൃശ്ചികമായി സംഭവിച്ചതാണ് എന്ന് കരുതാമോ? ഇന്നലെ കർണാടകയിലും അത് ആവർത്തിച്ചു എന്ന് വരുമ്പോൾ ഒരനുഭവത്തിൽ നിന്നും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്നല്ലേ കാണേണ്ടത്. സർ, സത്യപ്രതിജ്ഞാവേദിയിലെ മന്ത്രിസഭാ അംഗങ്ങൾ മാത്രം മതിയെന്ന് ഗവർണർ നിർദ്ദേശിച്ചുവെന്നും അത് തിരുത്തിക്കാൻ കഴിഞ്ഞുവെന്നും സർക്കാർ അഭിമാനപൂർവ്വം പറയുന്നതായി കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റേതായ സൗന്ദര്യം ഈ RSS അജണ്ട അംഗീകരിക്കുന്നതിൽ അതിന് വഴങ്ങാതെ നിൽക്കാൻ എന്തുകൊണ്ടാണ് കഴിയാതിരുന്നത്? സർ, ഇവിടെ ഞങ്ങൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ആ പരാജയം അംഗീകരിച്ച് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷേ ഞങ്ങൾ ഈ സംസ്ഥാനത്ത് ഉയർത്തിയ രാഷ്ട്രീയമുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ സർക്കാർ മുന്നോട്ട് വെച്ച വികസന പരിപ്രേക്ഷ്യമുണ്ട്. അതെല്ലാം ഞങ്ങൾ മുറുകെ പിടിക്കുക തന്നെയാണ്. ഇവിടെ നേരത്തെ ചില പരാമർശങ്ങളുണ്ടായി. ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം അത് ഇതോടെയെല്ലാം അവസാനിച്ചുവെന്നല്ല ഞങ്ങൾ കാണുന്നത്. മുൻകാലങ്ങളിലുണ്ടായതുപോലെ തന്നെ കൂടുതൽ കരുത്തോടെ ഞങ്ങൾ തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. സർ, ഇവിടെ നിയമവും കഴക്കൂട്ടവും ചാത്തന്നൂരും BJP ജയിച്ചു വന്നിരിക്കുന്നു. ഈ 3 മണ്ഡലങ്ങളിലും കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ്. UDF 3-ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. അവിടെ നിയമത്തിൻ്റെ കാര്യത്തിൽ 2021 കിട്ടിയ വോട്ട് ഈ മഹാതരംഗം UDFന് അനുകൂലമായി ഉയർന്നു വന്നപ്പോൾ എന്തേ 2026 കിട്ടാതിരുന്നത് എന്നതും പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല. സർ, ഒരു പ്രത്യേകത കാണാനിടയായി. അത് സംസ്ഥാനത്തെ BJPയുടെ അധ്യക്ഷൻ ഇവിടെ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തെ അഭിനന്ദിക്കുന്ന നിലയുണ്ടായി. സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ നയപ്രഖ്യാപനത്തിലുള്ള ഭൂരിഭാഗവും BJPയുടെ പ്രകടന പത്രികയിൽ നിന്നും കാഴ്ചപ്പാടിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ് സംസാരിക്കുന്നത്. UDFനെയും കോൺഗ്രസിനെയും വിമർശിച്ചുകൊണ്ടുള്ള പ്രസംഗം ആണ് സഭയിൽ നടക്കുന്നത്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.